Hi guys, and welcome to today's session of our Hindu Decode by Geoid. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ന്യൂസ് ലഡാക്കിൻ്റെ ഗവൺമെൻറ് ജോബ് റിസർവേഷൻ പോളിസിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം വാട്ട് ഈസ് ന്യൂ ഇൻ ലഡാക്സ് ഗവൺമെൻറ് ജോബ് റിസർവേഷൻ പോളിസി. ഇതിൻ്റെ പ്രിലിംസ് റെലവൻസ് നോക്കുമ്പോൾ നമുക്കറിയാം ജി എസ് പേപ്പർ 1 നമ്മുടെ ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവർണൻസിൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ ജി എസ് പേപ്പർ അതേപോലെ മെയിൻസിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 വരുന്നതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഈ ഒരു ന്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് 4 പുതിയ റെഗുലേഷനാണ് ലഡാക്കിലെ ജൂൺ 3 നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു അനൗൺസ് ചെയ്തത്. 4 ന്യൂ റെഗുലേഷൻസ് ഫോർ ലഡാക്ക്. ആ ഒരു റെഗുലേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാത്തിനും പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല, പക്ഷേ ഒരു ഐഡിയ, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം. ഒന്ന് ലഡാക്കിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ് റെഗുലേഷനാണ് 2025. ഈ ഒരു റെഗുലേഷൻ പ്രകാരം ഏത് ലാംഗ്വേജ് ആണ് ഒഫീഷ്യലി ലഡാക്കിൻ്റെ ഗവൺമെൻറ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ഡിസൈഡ്സ് വിച്ച് ലാംഗ്വേജ് വിൽ ബി ഒഫീഷ്യലി യൂസ്ഡ് ബൈ ദി ഗവൺമെൻറ് ഇൻ ലഡാക്ക് എന്നുള്ളതാണ്. നമുക്കറിയാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റെഗുലേഷനാണ്. അതായത് ദിസ് വിൽ എഫക്ട് ഹൗ ഗവൺമെൻറ് വർക്ക് അല്ലേ. അതേപോലെ തന്നെ അത് അവരുടെ എഡ്യൂക്കേഷൻ എഫക്റ്റ് ചെയ്യും ആൻഡ് അവരുടെ പബ്ലിക് കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യും. രണ്ടാമത്തത് ലഡാക്കിൻ്റെ സിവിൽ സർവീസസ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് റെഗുലേഷനാണ് 2025. ബേസിക്കലി ഇതൊരു അമെൻമെൻ്റ് ആണ്. ഈ ഒരു റെഗുലേഷൻ പ്രകാരം എങ്ങനെയാണ് ഗവൺമെൻറ് ജോബ്സ് ലഡാക്കിലെ ആൾക്കാർക്ക് കൊടുക്കുന്നത് എന്നാണ്. അതിലത്തെ ഒരു ചേഞ്ചസ് ഹൗ ഗവൺമെൻറ് ജോബ്സ് ആർ ഗിവൺ ഇൻ ലഡാക്ക് എന്നുള്ളതാണ്. ഇറ്റ് ലൈക്ലി മേക്സ് ദി ഹയറിംഗ് പ്രോസസ് മോർ ലോക്കൽ. അതേപോലെ തന്നെ അത് കൂടുതൽ ഫെയർ ആക്കുക ആൻഡ് ലഡാക്കിൻ്റെ ആ ഒരു നീഡ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചേഞ്ചസാണ്. ആൻഡ് മൂന്നാമത്തത് ലഡാക്കിൻ്റെ ഓട്ടോണമസ് ഹിൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ റെഗുലേഷൻ 2025 ആണ്. ഇതും ഒരു അമെൻമെൻ്റ് ആണ്. ഈ ഒരു ഹിൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, ലേയിലും കാർഗിലിലും ഉള്ള ഈ ഒരു ഹിൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റ്സ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു ഹിൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. വാട്ട് ഇറ്റ് ഡസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് അപ്ഡേറ്റ്സ് ഹൗ ദ ഹിൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഇൻ ലേ ആൻഡ് കാർഗിൽ ആർ ഫോംഡ് ആൻഡ് റൺ എന്നുള്ളതാണ്. ഈ ഒരു കൗൺസിൽസ് ആണ് അവിടുത്തെ ലോക്കൽ ഡെവലപ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ദിസ് കുഡ് ഗീവ് പീപ്പിൾ മോർ സേ ഇൻ ലോക്കൽ ഡിസിഷൻസ് എന്നുള്ളതാണ്. നാലാമത്തത് ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക് റിസർവേഷൻ റെഗുലേഷനാണ് 2025. ഇതും ഒരു അമെൻമെൻ്റ് ആണ്. ഇത് റിസർവേഷൻ കോട്ടാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റെഗുലേഷനാണ്. അതിലുള്ള ആ ഒരു ചേഞ്ചസ് ആണ്. ഇറ്റ് ചേഞ്ചസ് റൂൾസ് അബൌട്ട് ദി റിസർവേഷൻ കോട്ടാസ് ഇൻ ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ്. ഇത് എന്തുകൊണ്ടാണ് മാറ്റർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഹെൽപ്സ് മേക്ക് ഷുവർ, അതായത് അണ്ടർ റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ, ലഡാക്കിലുള്ള അണ്ടർ റെപ്രസെൻറ്റഡ് ഗ്രൂപ്പ്സിന് ഫെയർ ചാൻസസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു റെഗുലേഷൻസ് എല്ലാം എയിം ചെയ്യുന്നത് ടു ഗീവ് ലഡാക്ക് മോർ കൺട്രോൾ ഓവർ ഇറ്റ്സ് ലാംഗ്വേജ്, അതേപോലെ ഹയറിംഗ്, ലോക്കൽ ഗവേണൻസ് ആൻഡ് കമ്മ്യൂണിറ്റി റൈറ്റ്സ് എന്നുള്ളതാണ്. ആൻഡ് ഇതെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് ലഡാക്കിൻ്റെ ആ ഒരു യുണീക്ക് കൾച്ചർ ആൻഡ് നീഡ്സ്. ഇറ്റ് ഈസ് ഓൾ ബേസ്ഡ് ഓൺ ലഡാക്സ് യുണീക്ക് കൾച്ചർ ആൻഡ് നീഡ്സ് എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പുതിയ റിസർവേഷൻ പോളിസി കൊണ്ടുവന്നു എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ കീ ഫീച്ചേഴ്സാണ്. ആൻഡ് ആ ഒരു റിലേറ്റഡ് അപ്ഡേറ്റ്സ് ആണ് ലഡാക്കിൽ. വിൽ ഡിസ്കസ് അബൌട്ട് ദി കീ ഫീച്ചേഴ്സ് ഓഫ് ദ ന്യൂ റിസർവേഷൻ പോളിസി 2025. ഇവിടെ ആദ്യം പറയാനുള്ളത് 85% ഗവൺമെൻറ് ജോലികൾ ഇറ്റ് ഹാസ് ബീൻ റിസർവ്ഡ് ഫോർ ലോക്കൽ ലഡാക്കീസ് എന്നുള്ളതാണ്. അതായത് മോസ്റ്റ് ഗവൺമെൻറ് ജോബ്സ് ആർ നൗ റിസർവ്ഡ് ഓൺലി ഫോർ റെസിഡൻസ് ഓഫ് ലഡാക്ക്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന്, അതായത് EWSന് 10% കോട്ട. 85%, ഈവൺ വിത്തിൻ 85%, പുവർ കാൻഡിഡേറ്റ്സ് ഫ്രം ജനറൽ കാറ്റഗറി ക്യാൻ ബെനിഫിറ്റ്. മൂന്നാമത്തത് 95% ടോട്ടൽ റിസർവേഷനാണ്. ഇത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് റിസർവേഷനാണ്. 5%, 95% ടോട്ടൽ റിസർവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 5% പുറത്തുള്ള ആൾക്കാർക്ക്, ഔട്ട്സൈഡേഴ്സിനെ ജോബ് കൊടുക്കുള്ളൂ. പിന്നെ അവിടുത്തെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്സ് ബൈ തെഹസിൽദാസിന് പറ്റിയിട്ടാണ്. അതായത് ലോക്കൽ തെഹസിൽദാസ് നമുക്കറിയാം ജൂനിയർ റവന്യൂ ഓഫീസേഴ്സ് ആണ്. അവർക്ക് ദേ ക്യാൻ നൗ ഗീവ് പ്രൂഫ് ഓഫ് റെസിഡൻസ്. ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതായിരിക്കും. ആ ഒരു ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സ് കുറച്ചും കൂടി സിമ്പിളാക്കാൻ സഹായിക്കുന്നതായിരിക്കും ഈ ഒരു പുതിയ റിസർവേഷൻ പോളിസീസ്. പിന്നെ 5% കോട്ട നോൺ ലോക്കൽസിന് കൊടുക്കുക എന്നുള്ളതാണ്. ഔട്ട്സൈഡേഴ്സ് ക്യാൻ സ്റ്റിൽ അപ്ലൈ if they have lived in Ladakh for 15 years.
അതായത് 2019 ഒക്ടോബർ 31 തൊട്ടിട്ട് 15 വർഷം അവിടെ ജീവിച്ച ആൾക്കാർക്ക് ദേ ക്യാൻ സ്റ്റിൽ അപ്ലൈ. ഓക്കെ, ഇഫ് ദേ ആർ ലീവ്ഡ് ഇൻ ലഡാക്ക് ഫോർ 15 ഇയേഴ്സ് സിൻസ് October 31, 2019. സോ ലഡാക്കിൻ്റെ ആൾക്കാരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 2011 ആ ഒരു സെൻസസ് പ്രകാരം 2.74 ലാക്കാണ് അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ. ആ പോപ്പുലേഷനിൽ തന്നെ നമുക്കറിയാം ട്രൈബൽസ് ആണ് അവിടെ കൂടുതൽ, 80% അവിടെ ട്രൈബൽസ് ആണ്. ആൻഡ് ആ ഒരു ലേ സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരും ബുദ്ധിസ്റ്റ് ആൾക്കാരാണ്, ബുദ്ധിസ്റ്റ് മതം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ കാർഗിലിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മോസ്റ്റ്ലി മുസ്ലിംസ് ആയിരിക്കും. പിന്നെ നമുക്ക് നോക്കാനുള്ളത് അവിടുത്തെ ഒരു വുമൺ റെപ്രസെൻറ്റേഷനാണ്. അതായത് ആ ഒരു ഹിൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ. അതായത് ലേയിലുള്ള ആ ഒരു ഹിൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൽ 1/3 ഓഫ് സീറ്റ്സ് ഇൻ ഹിൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ആർ നൗ റിസർവ്ഡ് ഫോർ വുമൺ. ഓക്കെ, പിന്നെ ലഡാക്കിലെ ഒഫീഷ്യൽ ലാംഗ്വേജസിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇറ്റ് നൗ ഇൻക്ലൂഡ്സ് ഒന്ന് ഇംഗ്ലീഷാണ്, പിന്നെ ഹിന്ദിയാണ്, പിന്നെ ഉറുദു, പിന്നെ ടിബറ്റിലെ അതായത് ലേയിൽ സംസാരിക്കുന്ന ഒരു ടിബറ്റൻ ലാംഗ്വേജ് ആണ് ബോട്ടി, BHOTI എന്നുള്ളതാണ്. പിന്നെ ലാംഗ്വേജ് സ്പോക്കൺ മോസ്റ്റ്ലി ഇൻ കാർഗിൽ വിച്ച് ഇസ് പുർഗി. ഓക്കെ, PURGI. സോ ഈ ദിസ് പോളിസി സ്ട്രോങ്ലി ഫേവേഴ്സ് ലോക്കൽ ലഡാക്കീസ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോലിയിലാണെന്നുണ്ടെങ്കിലും ഗവേണൻസിലാണെന്നുണ്ടെങ്കിലും ലോക്കൽ ലഡാക്കീസിനെ ഈ ഒരു പോളിസീസ് ഫേവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് വുമൻസ് പാർട്ടിസിപ്പേഷൻ. അതേപോലെ ഇറ്റ് പ്രൊട്ടക്ട്സ് ട്രൈബൽ ഐഡൻറ്റിറ്റി ആൻഡ് റെസ്പെക്ട് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വിൽ ഡിസ്കസ് അബൌട്ട് ദി ബാക്ക്ഗ്രൗണ്ട് ബിഹൈൻഡ് ലഡാക്സ് ഡിമാൻഡ് ഫോർ ന്യൂ സേഫ് ഗാർഡ്സ് ആൻഡ് പ്രൊട്ടക്ഷൻസ് എസ്പെഷ്യലി ആഫ്റ്റർ 2019. സോ എന്താണ് 2019 സംഭവിച്ചതെന്ന് നോക്കണം. അതായത് 2019 ഓഗസ്റ്റിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്തു. ഓക്കെ, സോ ഈ ഒരു ആർട്ടിക്കിൾ 370 ആണ് വിച്ച് ഗീവ്സ് സ്പെഷ്യൽ സ്റ്റാറ്റസ് ടു ജമ്മു ആൻഡ് കാശ്മീർ. സോ ഈ ഒരു മൂവിൻ്റെ പാർട്ടായിട്ട് ലഡാക്കിനെ സെപ്പറേറ്റ് ചെയ്തു ആൻഡ് ലഡാക്കിനെ ഒരു യൂണിയൻ ടെറിട്ടറി ആക്കി ആൻഡ് വിത്തൗട്ട് ഇറ്റ്സ് ഓൺ ലെജിസ്ലേച്ചർ. സോ എന്തുകൊണ്ടാണ് വൈ വർ പീപ്പിൾ ഇൻ ലഡാക്ക് വെറീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആർട്ടിക്കിൾ 35A അവിടെ അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടുത്തെ ഉള്ള ആൾക്കാർക്ക് അല്ലാണ്ട് പുറത്തുള്ള ആൾക്കാർക്ക്, അതായത് നോൺ റെസിഡൻസിന് അവിടെ സ്ഥലം വാങ്ങാം, അതേപോലെ അവർക്ക് ഗവൺമെൻറ് ജോബ്സിന് അപ്ലൈ ചെയ്യാം. സോ ഇത് അവിടുത്തെ അവിടുത്തെ ലോക്കൽസിൻ്റെ ഇടയിൽ വളരെ ഒരു ടെൻഷനാക്കി അവരിനെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദ ലോക്കൽസ് വുഡ് ലൂസ് കൺട്രോൾ, അല്ലേ, ദേ വുഡ് ലൂസ് കൺട്രോൾ ഓവർ ദെയർ ലാൻഡ്, കൾച്ചർ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ്. സോ അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്രൊട്ടസ്റ്റ് ചെയ്തു. ദർ വർ സ്ട്രൈക്സ്, ഷട്ട് ഡൗൺസ് വർ ഹെൽഡ് അക്രോസ് ലഡാക്ക്. ആൻഡ് 2020 അവിടുത്തെ ലോക്കൽ ആൾക്കാർ, ലോക്കൽ ഗ്രൂപ്പ്സ് ഫോംഡ് എ ബോഡി, ഒരു ലേ അപ്പെക്സ് ബോഡി അവർ ഫോം ചെയ്യുകയും അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലഡാക്കിലെ ബുദ്ധിസ്റ്റ് അസോസിയേഷൻ ഇവരെ സപ്പോർട്ട് ചെയ്തു, ഈ ഒരു ലേ അപ്പെക്സ് ബോഡിയെ. ആൻഡ് 2021 ഈ ഒരു ലേ അപ്പെക്സ് ബോഡിയും അതേപോലെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും കൂടിയിട്ട് അവരും കൂടി ഇവരെ സപ്പോർട്ട് ചെയ്തു. സോ ഇറ്റ് യുണൈറ്റഡ് ടു സ്ട്രെങ്തൻ ദ മൂവ്മെൻറ്റ്. സോ അവരെന്തൊക്കെയാണ് ഡിമാൻഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒന്ന് 6th ഷെഡ്യൂൾ സ്റ്റാറ്റസ് ആണ്. അതായത് ട്രൈബൽ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ അവിടുത്തെ സ്ഥലത്തിലും അവിടുത്തെ ലാൻഡിലും അതേപോലെ ലോക്കൽ ഗവേണൻസിലും അവർക്ക് ഓട്ടോണമി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഫുൾ സ്റ്റേറ്റ്ഹുഡ് ഫോർ ലഡാക്ക് എന്നുള്ളതാണ്. സോ ദ റീജിയൻ കുഡ് ഹാവ് ഇറ്റ്സ് ഓൺ എലക്റ്റഡ് ലെജിസ്ലേച്ചർ ആൻഡ് മോർ പൊളിറ്റിക്കൽ കൺട്രോൾ എന്നുള്ളതാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു ലെജിസ്ലേച്ചർ, ആ ഒരു അവകാശം അവർക്ക് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ചും കൂടി പൊളിറ്റിക്കൽ കൺട്രോൾ അവരുടെ സ്ഥലത്ത് അവർക്ക് കൊടുക്കുക. അതേപോലെ തന്നെ പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ലോക്സഭാ സീറ്റ് ലേക്കും കാർഗിലിനും കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇപ്പോൾ കറൻ്റ്ലി ഈ രണ്ട് സ്ഥലങ്ങളും, അതായത് ലേ ആണെന്നുണ്ടെങ്കിലും കാർഗിലാണെന്നുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു MP സീറ്റാണ് ഷെയർ ചെയ്യുന്നത്. സോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് തരണം എന്ന് പറഞ്ഞു. കാർഗിലിനും ലേനും ഓരോ MP സീറ്റ് വീതം കൊടുക്കണം. ദേ വാണ്ട് 1 each ടു എൻഷുർ ഫെയർ റെപ്രസെൻറ്റേഷൻ. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഗവൺമെൻറ് ജോബ് വേക്കൻസീസിനെ പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ,
ഫില്ലിംഗ് ഗവൺമെൻറ് ജോബ് വേക്കൻസീസ്. അപ്പോൾ ഗവൺമെൻറ് പോസ്റ്റുകൾ, ഒരുപാട് പോസ്റ്റുകൾ അവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയായിരുന്നു. ആൻഡ് അവിടുത്തെ ആൾക്കാർക്ക് ജോലി വേണം. ആൻഡ് ദേ വാണ്ടഡ് ദോസ് ജോബ്സ് ടു ബി ഫിൽഡ് ക്വിക്ക്ലി. ആൻഡ് മോസ്റ്റ്ലി അവർ പ്രിഫർ ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽസിന് ജോലി കൊടുക്കണം എന്നുള്ളതാണ്, ഗവൺമെൻറ് ജോലി കൊടുക്കണം എന്നുള്ളതാണ്. സോ ഇവർക്ക് ഈ ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ 2019 അവർക്ക് നഷ്ടമായപ്പോൾ ലഡാക്കിലെ ആൾക്കാർ ഭയങ്കര അധികം ടെൻസ്ഡായി. ആൻഡ് ദേ ഫിയർഡ് ബീങ് സൈഡ് ലൈൻഡ് ഇൻ ദെയർ ഓൺ ലാൻഡ്. സോ അവരൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡിന് വേണ്ടിയിട്ട് അവർ ഡിമാൻഡ് ചെയ്യുകയും, കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡിന് വേണ്ടി മാത്രമല്ല, ജോബ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും അല്ല അതേപോലെ തന്നെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടും അവർ ഡിമാൻഡ് ചെയ്തു ടു പ്രൊട്ടക്ട് ദെയർ ഐഡൻറ്റിറ്റി, റിസോഴ്സസ് ആൻഡ് ഫ്യൂച്ചർ. So now we'll look on to the recent engagement between Ladakh leaders and union government എന്നുള്ളതാണ്. സോ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടുള്ള അവരുടെ ആ ഒരു ടോക്സിനെ പറ്റിയിട്ടാണ്. സോ ഈ ഒരു ബിഫോർ ദ ന്യൂ ലോസ് വേർ അനൗൺസ്ഡ്, സോ ഈ ഒരു പുതിയ ലോസ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ലഡാക്കിലുള്ള അവരുടെ ഒരു ഹൈ പവേർഡ് കമ്മിറ്റി നമ്മുടെ അമിത്ഷായായിട്ട്, നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്ററുമായിട്ട് അവർ ഡിസ്കഷനൊക്കെ നടത്തിയിരുന്നു. സോ ദ മീറ്റിംഗ് വാസ് പാർട്ട് ഓഫ് ഓൺഗോയിങ് നെഗോസിയേഷൻസ് അബൌട്ട് ലഡാക്സ് ഫ്യൂച്ചർ ആൻഡ് ഇറ്റ്സ് ഡിമാൻഡ്. സോ നമ്മുടെ ഗവൺമെൻറ് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ദ സെൻറ്റർ ഹാസ് ഷോൺ വില്ലിങ്നെസ് ടു കണ്ടിന്യൂ ടോക്ക് ആൻഡ് ജോബ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പക്ഷെ അവരുടെ ആ ഒരു ലാൻഡ് റൈറ്റ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, ആ ഒരു 6th ഷെഡ്യൂളിനെ പറ്റിയിട്ട് പറഞ്ഞില്ല, അവരുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ് തയ്യാറാണ്. ആൻഡ് അതിൽ നല്ലൊരു ഡിസിഷൻ എടുക്കുമെന്ന് സെൻറ്റർ പറഞ്ഞിട്ടുണ്ട്. സെൻറ്റർ ഹാസ് ഷോൺ വില്ലിങ്നെസ് ടു കണ്ടിന്യൂ ടോക്ക് നോട്ട് ജസ്റ്റ് അബൌട്ട് ജോബ്സ് ബട്ട് ഓൾസോ അബൌട്ട് ലാൻഡ് റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ലൈക്ക് ദി 6th ഷെഡ്യൂൾ. സോ ഇത് കാണിക്കുന്നത് എന്താണ്? ഡിസ്കഷൻസ് ആർ സ്റ്റിൽ ഓപ്പൺ അല്ലേ? ആൻഡ് ഒരുപാട് മോർ പ്രൊട്ടക്ഷൻസ് കുഡ് കം ഇൻ ദ ഫ്യൂച്ചർ ഡിപ്പെൻഡിങ് ഓൺ ദി ഔട്ട്കം ഓഫ് ദീസ് ടോക്സ്. സോ ഈ ഒരു ന്യൂ റിസർവേഷൻ റൂൾസ് ഇത് വെറും ഒരു സ്റ്റെപ്പാണ്. ദിസ് ഇസ് ജസ്റ്റ് വൺ സ്റ്റെപ്പ്. സോ ലഡാക്കിൻ്റെ ലീഡേഴ്സ് ദേ ആർ സ്റ്റിൽ ടോക്കിംഗ് ടു ദ സെൻറ്റർ ടു പുഷ് ഫോർ സ്ട്രോങ്ങർ റൈറ്റ്സ് ആൻഡ് ദ ഗവൺമെൻറ് ഹാസ് എഗ്രീഡ് ടു കീപ് ദ ഡോർ ഓപ്പൺ ഫോർ ഫ്യൂച്ചർ നെഗോസിയേഷൻസ് എന്നുള്ളതാണ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് യൂറോസെൻട്രിക് റീസെറ്റ് ഗേറ്റ് വേ ഫോർ ഇന്ത്യ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു പ്രിലിംസ് റെലവൻസ് നോക്കുമ്പോൾ നമുക്കറിയാം, കറണ്ട് അഫയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ് GS പേപ്പർ 1 അതേപോലെ തന്നെ GS പേപ്പർ 2 വരുന്നതാണ് മെയിൻസിൽ. എഫക്ട്സ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യാസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ. സോ വീൽ ലുക്ക് ഓൺ ടു ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദിസ് ന്യൂസ്. അപ്പോൾ UK-യും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഈ ഒരു റീസെറ്റ്, അതേപോലെ തന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസുമാണ് ഫോർ ഇന്ത്യ. സോ ഈ ഒരു ന്യൂസ് നമുക്ക് നോക്കുമ്പോൾ ഇതിൽ പറയാൻ കഴിയുന്നത്, ബ്രിക്സിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ബ്രിക്സിറ്റ് 2020 നമ്മുടെ UK, അതായത് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിൻവലിഞ്ഞു. അവർ പറഞ്ഞു, ഇനി നിങ്ങൾ എന്താ വെച്ച് ചെയ്തോ, നമ്മളിതിനില്ല. അവരങ്ങനെ പറഞ്ഞു. സോ അപ്പോൾ ഈ ബ്രിട്ടൻ പ്ലസ് എക്സിറ്റ്, അതാണ് ബ്രിക്സിറ്റ്. സോ ബ്രിക്സിറ്റിന് ശേഷം എന്താണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ, നമ്മുടെ ലണ്ടനും അതേപോലെ ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ആ ഒരു ടെൻഷൻ, അത് ഭയങ്കര സീനായി. അവരുടെ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് വഷളായി. ആൻഡ് ഇറ്റ് ബിക്കെയിം വെരി ടെൻസ്. സോ അവർ രണ്ടുപേരും ഡിസഗ്രി ചെയ്യാൻ തുടങ്ങി പല സെക്ടേഴ്സിലും. അതായത് ട്രേഡിലാണെന്നുണ്ടെങ്കിലും, അതേപോലെ ബോർഡറിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു, ഫിഷിങ്ങിൽ പ്രശ്നങ്ങളുണ്ടായി, ബിസിനസ്സിൽ പ്രശ്നങ്ങളുണ്ടായി. സോ ഇത് ആൾക്കാർക്കും അതേപോലെ തന്നെ സാധനങ്ങൾക്കും, അതായത് അവർ തമ്മിലുള്ള ആ ഒരു മൂവ്മെൻറ്റില്ലേ, ഇറ്റ് ബിക്കെയിം വെരി ഹാർഡർ ഫോർ പീപ്പിൾ ആൻഡ് ഗുഡ്സ് ടു മൂവ് ബിറ്റ്വീൻ UK ആൻഡ് യൂറോപ്യൻ യൂണിയൻ എന്നുള്ളതാണ്. സോ ഇത് 2020 സംഭവിച്ചത്. സോ ഇപ്പം എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ, നമ്മുടെ UK പുതിയ പ്രൈം മിനിസ്റ്റർ, അതായത് കെയർ സ്റ്റാർമറില്ലേ, സോ പുള്ളി പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു കോർപ്പറേഷൻ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വിത്ത് യൂറോപ്യൻ യൂണിയൻ. സോ ഈ ഒരു എഗ്രിമെൻറ്റ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഫുഡ് സ്റ്റാൻഡേർഡ്സിലും, അതേപോലെ ഫിഷിംഗ് റൈറ്റ്സിലും, ഡിഫൻസ് കോർപ്പറേഷനിലും, ബോർഡർ ചെക്സിലും ഒക്കെയാണ്. സോ ഇതിനെ നമ്മൾ കണക്കാക്കുന്ന ഒരു റീസെറ്റ് ആയിട്ടാണ്. UK-യും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ആ ഒരു റീസെറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ദിസ് ഈസ് ബീങ് കോൾഡ് ആസ് എ റീസെറ്റ് ഓഫ് UK ആൻഡ് യൂറോപ്യൻ യൂണിയൻ, എസ്പെഷ്യലി റിലേഷൻ European Union relations after years of tension post Brexit. സോ ഇത് ഇന്ത്യൻ എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യക്ക് നമ്മൾ യൂറോപ്യൻ യൂണിയൻ ആയിട്ടാണെന്നുണ്ടെങ്കിലും UK ആയിട്ടാണെന്നുണ്ടെങ്കിലും വളരെ നല്ല റിലേഷനിലാണ് അല്ലേ. സോ ഇങ്ങനെ ഒരു റീസെറ്റ് വന്നു കഴിഞ്ഞാൽ ദിസ് കുഡ് എഫക്റ്റ് അവർ ട്രേഡ് സ്ട്രാറ്റജീസ്.
So India is now negotiating free trade agreements with both European Union and UK. So ഒരു യു കെയും യൂറോപ്യൻ യൂണിയനും if they are cooperating more smoothly now, India may need to align or adjust its trade approach with both sides accordingly. അല്ലേ? സോ നമ്മുടെ ആ ഒരു സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അപ്ഡേറ്റ് ചെയ്യണം. വി നീഡ് ടു അലൈൻ ഓർ അഡ്ജസ്റ്റ് ഇറ്റ്സ് ട്രേഡ് അപ്രോച്ച്. രണ്ടാമത് ഒരു ജിയോ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു യു കെ യൂറോപ്യൻ യൂണിയൻ ടൈസ് ദിസ് കുഡ് ലീഡ് ടു മോർ ജോയിൻറ്റ് പൊസിഷൻസ് ഓൺ ഗ്ലോബൽ ഇഷ്യൂസ് അല്ലേ? ക്ലൈമറ്റ് ചേഞ്ചിലാണെന്നുണ്ടെങ്കിലും ഇൻഡോ പെസഫിക് സ്ട്രാറ്റജിയിലാണെന്നുണ്ടെങ്കിലും ഡിഫൻസിലാണെന്നുണ്ടെങ്കിലും ഒക്കെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇന്ത്യ കുഡ് ബെനിഫിറ്റ് ബൈ പാർട്ട്ണറിങ് മോർ എഫക്റ്റീവ്ലി വിത്ത് എ യുണൈറ്റഡ് വെസ്റ്റേൺ ബ്ലോക്ക്. പിന്നെ നമുക്ക് ഒരു മൊബിലിറ്റിയുടെയും ഡയസ്പോറയുടെ ഒക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ, അതായത് മില്യൺസ് ഓഫ് ഇന്ത്യൻസ് യു കെയിലും യൂറോപ്യൻ യൂണിയനിലും ഒക്കെ ജീവിക്കുന്നുണ്ട് അല്ലേ? സോ മില്യൺസ് ഓഫ് ഇന്ത്യൻസ് ലീവ് ഇൻ യു കെ ആൻഡ് യൂറോപ്യൻ യൂണിയൻ. സോ ബെറ്റർ കോപ്പറേഷൻ കുഡ് ലീഡ് ടു ഈസിയർ ട്രാവൽ അല്ലെ? ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ അവർ തമ്മിൽ യൂറോപ്പും യു കെ ആയിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് അവർ നല്ലൊരു റിലേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ആൾക്കാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈസി ട്രാവലിനൊക്കെ സഹായിക്കും. അതേപോലെ അവരുടെ ജോലിക്ക് അത് സഹായിക്കുന്നതായിരിക്കും. ആൻഡ് എഡ്യൂക്കേഷൻ ആക്സസ് ഫോർ ഇന്ത്യൻ നാഷണൽസ് അക്രോസ് ബോത്ത് റീജിയൻസ്. സോ ഇതിൻ്റെ ഒരു സമ്മറി പറയുമ്പോൾ ഇപ്പോൾ യു കെയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഈ ഒരു റീസെറ്റ്, ഒരു പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാർമറിൻ്റെ അണ്ടറിലുള്ള ഈ ഒരു റീസെറ്റ്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ യൂറോപ്യൻ മാറ്റർ. ഓക്കെ, ഇത് നമ്മളെയും വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യസ് ട്രേഡ്, diplomacy and diaspora. So a more stable UK European Union relationship gives India new opportunities to strengthen ties with both. സോ നമ്മുടെ യു കെയും അതേപോലെ യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഈ ഒരു റീസെറ്റിലൂടെ ഇത് നമുക്ക് എങ്ങനെയാണ്, നമ്മുടെ അഡ്വാൻറ്റേജ് എന്താണ് ഇവിടെ എന്നുള്ളതാണ്. ഒന്ന് ഒരു ജിയോ പൊളിറ്റിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യ ഗെയിൻസ് എന്നുള്ളതാണ് ഫ്രം ദി യു കെ യൂറോപ്യൻ യൂണിയൻ റീസെറ്റ്. ഒന്ന്, നമ്മളിപ്പോൾ യൂറോപ്യൻ യൂണിയൻ ആയിട്ടാണെന്നുണ്ടെങ്കിലും അതേപോലെ യു കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് വളരെ നല്ല റിലേഷനാണ് അല്ലേ? നമ്മുടെ ടൈസ് ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ പ്ലേസ്. സോ നമുക്ക് ഇന്ത്യക്ക് ദർ ആർ ടു കീ പാർട്ട്ണർഷിപ്സ്. ഒന്ന്, നമുക്ക് യൂറോപ്പുമായിട്ട് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ റോഡ് മാപ്പ് ഉണ്ട് 2025. ഇതൊരു ലോങ് ടേം പ്ലാനാണ്. ഓക്കെ, ട്രേഡിലും ടെക്നോളജിയിലും ഫോറിൻ പോളിസിയിലും ഒക്കെ ഉള്ള ഒരു കോപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് ഈ ഒരു യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ റോഡ് മാപ്പ് 2025 എന്നുള്ളത്. ഇനിയിപ്പോൾ യു കെയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യുണൈറ്റഡ് കിങ്ഡം ഇന്ത്യ കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉണ്ട് 2022. സോ ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഡിഫൻസിലും ട്രേഡിലും എഡ്യൂക്കേഷനിലും അതേപോലെ പീപ്പിൾ ടു പീപ്പിൾ ടൈസിലാണ്. സോ ഈ ഒരു യു കെ യൂറോപ്യൻ യൂണിയൻ യൂണിറ്റി ഇറ്റ് വിൽ സ്ട്രെങ്തൻ ഇന്ത്യാസ് ഗ്ലോബൽ റോൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ യു കെയും യൂറോപ്യൻ യൂണിയനും ഇപ്പോൾ ഒരു നല്ല റിലേഷനിലായിട്ട് ഇഫ് ദേ ആക്ട് മോർ ഇൻ സിങ്ക് ഓൺ ഫോറിൻ പോളിസി, ഇത് ഇന്ത്യക്ക് ഇറ്റ് വിൽ ഹെൽപ്പ് ഇന്ത്യ അലൈൻ മോർ ഈസിലി വിത്ത് വെസ്റ്റേൺ പവേഴ്സ് അല്ലേ? ഇവർ രണ്ടുപേരും വെസ്റ്റേൺ പവേഴ്സാണ്. സോ ഇറ്റ് ഹെൽപ്സ് ഇന്ത്യ അലൈൻ മോർ ഈസിലി വിത്ത് വെസ്റ്റേൺ പവേഴ്സ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡിഫൻസിലും അതേപോലെ തന്നെ ഒരു ഇൻഡോ പെസഫിക് സെക്യൂരിറ്റി, അതായത് നമുക്കറിയാം ആ ഒരു ചൈനയുടെ ആ ഒരു ഇൻഫ്ലുവൻസിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ആ ഒരു ഇൻഡോ പെസഫിക് സെക്യൂരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു യൂറോപ്യൻ യൂണിയനിലാണ് യുണൈറ്റഡ് നേഷൻസിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഇന്ത്യയുടെ വോയിസ് ഗ്രോ ചെയ്യാൻ വേണ്ടി സഹായിക്കും അല്ലേ? ഇന്ത്യാസ് വോയിസ് ഗ്രോ സ്ട്രോങ്ങർ ഇൻ ഏരിയാസ് ലൈക്ക് ഡിഫൻസ്, ഇൻഡോ-പെസിഫിക് സെക്യൂരിറ്റി, എസ്പെഷ്യലി ടു കൗണ്ടർ ചൈനാസ് ഇൻഫ്ലുവൻസ് ആൻഡ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് യുണൈറ്റഡ് നേഷൻസ് ആൻഡ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. സോ ഇറ്റ് വിൽ മേക്ക് മോർ റൂം ഇൻ ദി ഇൻഡോ-പെസിഫിക് സ്ട്രാറ്റജി എന്നുള്ളതാണ്. ഒന്ന്, ഇത് ചൈനയുടെ ആ ഒരു ഇൻഡോ-പെസിഫിക് റീജിയനിലുള്ള ഒരു അവരുടെ ആ ഒരു അസർട്ടീവ്നെസ്സിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ അത് നമുക്ക് മാരിടൈം സെക്യൂരിറ്റിക്ക് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ആൻഡ് ഒരു മൾട്ടിലാറ്ററൽ ഇനീഷ്യേറ്റീവ്സ്, അതായത് ഇറ്റ് ഇൻവോൾവ്സ് സെവറൽ കൺട്രീസ്. സോ ഒരു യുണൈറ്റഡ് യു കെ യൂറോപ്യൻ യൂണിയൻ ഫ്രോണ്ട് ഗീവ്സ് ഇന്ത്യ വെരി ബിഗ്ഗർ റോൾ ഇൻ ദീസ്. അതായത് ഒരു മൾട്ടിലാറ്ററൽ ഇനീഷ്യേറ്റീവ്സിലും അതേപോലെ മാരിടൈം സെക്യൂരിറ്റിയിലും ബാലൻസിങ് ചൈനാസ് അസർട്ടീവ്നെസ് ഇൻ ദി ഇൻഡോ പെസിഫിക് റീജിയനിലൊക്കെ ഇത് നമ്മളെ സഹായിക്കുന്നതായിരിക്കും.
പിന്നെ ഈ ഒരു G20 നടന്നല്ലോ 2023 ഇന്ത്യ G20 ലീഡ് ചെയ്തല്ലോ 2023. സോ ഇന്ത്യ ഈസ് സീൻ ആസ് എ വോയിസ് ഓഫ് ദ ഗ്ലോബൽ സൗത്ത് എന്നുള്ളതാണ്. ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ സൗത്തിലൊരു വോയിസ് ആയിട്ടാണ്, ഗ്ലോബൽ സൗത്തിൻ്റെ തന്നെ ഒരു വോയിസ് ആയിട്ടാണ് ഇന്ത്യനെ കണക്കാക്കുന്നത്. സോ വി ആർ ലുക്കിംഗ് ടു ദി ഗ്ലോബൽ ലീഡർഷിപ്പ് ആഫ്റ്റർ G20 പ്രസിഡൻസി എന്നുള്ളതാണ്. സോ ഈ ഒരു UK യൂറോപ്യൻ യൂണിയൻ കോർഡിനേഷൻ വിത്ത് സ്ട്രോങ്ങർ UK യൂറോപ്യൻ യൂണിയൻ കോർഡിനേഷൻ, ഇന്ത്യ ക്യാൻ പുഷ് ഫോർ ക്ലൈമറ്റ് ഫിനാൻസ്, അതേപോലെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഡെവലപ്പിംഗ് നേഷൻസ്, റിഫോംസ് ഇൻ ഗ്ലോബൽ ഗവർണൻസ് ലൈക്ക് മോർ സേഫ് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ ഗ്ലോബൽ ഡിസിഷൻസ് എന്നുള്ളതാണ്. പിന്നെ ഒരു ഡിഫൻസ് കൊളാബറേഷനാണ് യൂറോപ്യൻ പവേഴ്സുമായിട്ടുള്ള ഡിഫൻസ് കൊളാബറേഷനിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഓൾറെഡി ഫ്രാൻസും ജർമ്മനിയും UK ഒക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഡിഫൻസ് ടെക്നോളജിയിലും ഒരു ജോയിൻറ്റ് വെപ്പൺ ഡെവലപ്മെൻറ്റിലും അതേപോലെ ടെക്നോളജി ട്രാൻസ്ഫറിലൊക്കെ നമ്മൾ വളരെ നന്നായിട്ട് ഇവരുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു റീസെറ്റ് നമ്മുടെ കോർപ്പറേഷനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ദിസ് റീസെറ്റ് ക്യാൻ ബൂസ്റ്റ് കോർപ്പറേഷൻ ഇന്നോവേഷൻ ആൻഡ് സെക്യൂരിറ്റി പാർട്ണർഷിപ്പ്. സോ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, എ റീയുണൈറ്റഡ് UK ആൻഡ് യൂറോപ്യൻ യൂണിയൻ ക്രിയേറ്റ്സ് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജസ് ഫോർ ഇന്ത്യ. So it will make our defense, trade and global diplomacy easier and more impactful. So India can play a leading role in shaping global policies എന്നുള്ളതാണ്, എസ്പെഷ്യലി നമ്മുടെ ആ ഒരു ഇൻഡോ പസഫിക് റീജിയണിൽ ആൻഡ് ഫോർ ഗ്ലോബൽ സൗത്ത്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവരുടെ ഈ ഒരു UK യൂറോപ്യൻ യൂണിയൻ ഈ ഒരു റീസെറ്റ് എങ്ങനെയാണ് ഇന്ത്യൻ ഡയസ്പോറയെ എഫക്റ്റ് ചെയ്യുന്നത്, അതേപോലെ നമ്മുടെ മൊബിലിറ്റിയും ടാലൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനും ഒക്കെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. സോ നമുക്കറിയാം, ഇന്ത്യ ഹാസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡയസ്പോറ അല്ലേ. അതായത് ഒരുപാട് മില്യൺസ് ഓഫ് ഇന്ത്യൻസ് UK-യിലാണെന്നുണ്ടെങ്കിലും യൂറോപ്പിലാണെന്നുണ്ടെങ്കിലും അവിടെ ജീവിക്കുന്നുണ്ട്, അവിടെ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ UK alone issued over 1.1 lakh student visas to Indians. 2024 UK മാത്രം 1.1 lakh സ്റ്റുഡൻറ്റ് വിസാസ് ഇന്ത്യൻസിനെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഷോയിങ് വെരി സ്ട്രോങ് എഡ്യൂക്കേഷണൽ ലിങ്ക്സ് അല്ലേ. സോ ഈ ഒരു ബ്രിക്സിറ്റ് ആ ഒരു ചാലഞ്ചിന് ശേഷം, അതായത് ഈ ഒരു യൂറോപ്യൻ യൂണിയനിൽ നിന്നും നമ്മുടെ ബ്രിട്ടൻ പുറത്തു പോയപ്പോൾ, ബ്രിട്ടൻ എക്സിറ്റ് ചെയ്തപ്പോൾ UK ലെഫ്റ്റ് ദി യൂറോപ്യൻ യൂണിയൻ സിംഗിൾ മാർക്കറ്റ് അല്ലേ. സോ ദിസ് ലിമിറ്റഡ് ഇന്ത്യൻ പ്രൊഫഷണൽ മൂവ്മെൻറ്റ് ബിറ്റ്വീൻ UK ആൻഡ് യൂറോപ്പ്. സോ ഒരാൾ ലണ്ടനിലുള്ള നമ്മുടെ ഒരു ഇന്ത്യൻ, ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ ഞാൻ അവിടെ ലണ്ടനിൽ വർക്ക് ചെയ്യാണ്. സോ എനിക്ക് യൂറോപ്പിലേക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് പാരീസിലേക്ക് വേറൊരു ജോലിക്ക് പോകണം. സോ അത് ഇവർ തമ്മിലുള്ള ഈ ഒരു ടെൻഷൻ വരുമ്പോൾ ഇത് നമ്മുടെ മൂവ്മെൻറ്റിനെയും കൂടി എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ദിസ് ലിമിറ്റ്സ് ഇന്ത്യൻ പ്രൊഫഷണൽസ് മൂവ്മെൻറ്റ് ബിറ്റ്വീൻ UK ആൻഡ് യൂറോപ്യൻ കൺട്രീസ്. ഓക്കെ, പിന്നെ ഈ ഒരു UK-യും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഈ ഒരു റീസെറ്റ് ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ടാലൻറ്റ് ഫ്ലോ എന്നുള്ളതാണ്. വിത്ത് റിന്യൂഡ് കോർപ്പറേഷൻ ബിറ്റ്വീൻ UK ആൻഡ് യൂറോപ്യൻ യൂണിയൻ ദർ ഇസ് എ ചാൻസ് ഫോർ എ സെമി ഇൻ്റഗ്രേറ്റഡ് ടാലൻറ്റ് കോറിഡോർ. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ വർക്കേഴ്സിന്, UK-യിലുള്ള ഇന്ത്യൻ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് ദേ കുഡ് ഫൈൻഡ് ഇറ്റ് ഈസിയർ ടു ആക്സസ് യൂറോപ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ തിരിച്ചും ആൻഡ് വൈസ് വേഴ്സ. സോ പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഒരു സ്ട്രോങ്ങർ മൈഗ്രേഷൻ പാർട്ട്ണർഷിപ്പാണ്. സോ ഒരു സ്കിൽഡ് വർക്കർ മൈഗ്രേഷൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ജർമ്മനിയായിട്ടും ഫ്രാൻസുമായിട്ടും പോർച്ചുഗലായിട്ടൊക്കെ വി ഹാവ് എഗ്രിമെൻറ്റ്സ് ഫോർ സ്കിൽഡ് വർക്കർ മൈഗ്രേഷൻ. സോ ഈ ഒരു UK യൂറോപ്യൻ യൂണിയൻ കോർഡിനേഷനിലൂടെ ഇറ്റ് മേ ഹെൽപ്പ് കണക്ട് ആൻഡ് സ്ട്രെങ്തൻ ദീസ് അറേഞ്ച്മെൻറ്റ്സ് എന്നുള്ളതാണ്. സോ ഇന്ത്യ എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ടു ബെനിഫിറ്റ് ഫുള്ളി ഇന്ത്യ ഷുഡ് മോഡേണൈസ് എക്സ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, പോർട്സും ലോജിസ്റ്റിക്സും ഡിജിറ്റൽ ട്രേഡ് സിസ്റ്റം ഒക്കെ ഇതൊക്കെ ഒന്ന് മോഡേണൈസ് ചെയ്യണം. വി ഷുഡ് മോഡേണൈസ് എക്സ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ. അതേപോലെ എഡ്യൂക്കേഷനിലും ലേബറിലും ഇമിഗ്രേഷനിലും ഒക്കെ ഉള്ള ആ ഒരു റിഫോമും കാര്യങ്ങളൊക്കെ നമ്മൾ സ്പീഡപ്പ് ചെയ്യണം. ആൻഡ് G20 ശേഷം leverage its global role post G20 to shape fair migration and talent policies worldwide. So ഈ ഒരു യൂറോപ്യൻ യൂണിയൻ UK റീസെറ്റ് this could reopen easy pathways for Indian students, workers and professionals across Europe. So India should act fast to upgrade systems and build on this chance to lead in the global mobility and skills economy. So we'll move on to our next news. So നമ്മുടെ അടുത്ത ന്യൂസ് എന്നുള്ളത്
ഫ്രീഡം ഓഫ് സ്പീച്ചൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ദ യൂണിവേഴ്സിറ്റി വേഴ്സസ് കോൺസ്റ്റിറ്റ്യൂഷണലി പ്രൊട്ടക്റ്റഡ് സ്പീച്ച് എന്നുള്ളതാണ്. സോ ഇതിൻ്റെ പ്രിലിംസ് റെലവൻസ് GS പേപ്പർ 1 വരുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക് ഗവർണൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 2 അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് സോഷ്യൽ സെക്ടർ ഓർ സർവീസസ് റിലേറ്റിംഗ് ടു ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. സോ ഈ ഒരു ന്യൂസിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ നമുക്കിവിടെ പറയാൻ കഴിയുന്നത്, ആദ്യം തന്നെ ഒരു 1644 വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് റൈറ്റർ ഉണ്ടായിരുന്നു. ജോൺ മിൽട്ടൺ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഹി റോട്ട് എ വെരി ഫേമസ് പാംലെറ്റ് കോൾഡ് എറിയോപെഗീഷ്യ എന്നാണ്. ഐ ഡോണ്ട് നോ അത് ഞാൻ സ്പെല്ല് ചെയ്ത് റൈറ്റ് ആണെന്ന് എനിക്ക് അറിയില്ല. എന്നാലും പുള്ളിയുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ആൻഡ് ഈ ഒരു ബുക്ക് ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഫ്രീഡം ഓഫ് പ്രസ്സിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു ബുക്കാണ്. ഓക്കെ, സോ ആ ബുക്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ലെറ്റ് പീപ്പിൾ സ്പീക്ക് ഫ്രീലി, ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫ്രീഡം ഓഫ് ഓൾ. അല്ലേ, ആൾക്കാർ അവർ ഫ്രീ ആയിട്ട് സംസാരിക്കട്ടെ, ആൻഡ് അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രീഡം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഹി വാസ് അഗെയിൻസ്റ്റ് എ റൂൾ വെർ പീപ്പിൾ ഹാഡ് ടു ഗെറ്റ് ഗവൺമെൻറ് അപ്രൂവൽ ബിഫോർ പബ്ലിഷിങ് എനിത്തിങ്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിന് പുള്ളി എതിരായിരുന്നു ജോൺ മിൽട്ടൺ. ഓക്കെ, 1644 ഈ ഒരു ജോൺ മിൽട്ടൺ ഈ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാംലെറ്റ് പുള്ളി ഇറക്കിയത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് കോൾഡ് ആസ് എറിയോപെഗേഷ്യ സംതിങ്. ആൻഡ് ഇന്ത്യയിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് നോക്കിയാൽ, സോ നമുക്കതാണല്ലോ വേണ്ടത്, വാട്ട്സ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ നൗ. ഇപ്പോൾ ഇന്ത്യൻ കോർട്ട്, അതായത് ഹൈക്കോർട്ട് ആണെന്നുണ്ടെങ്കിലും സുപ്രീം കോർട്ട് ആണെന്നുണ്ടെങ്കിലും അവർ തമ്മിൽ ഡിബേറ്റ് ആണ്. അതായത് എത്രത്തോളം ഫ്രീ സ്പീച്ചാണ് ഇവിടെ അലൗഡ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ഡിബേറ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൗ മച്ച് ഫ്രീ സ്പീച്ച് ഈസ് അലൗഡ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതിന് അവരുടെ അപ്രൂവൽ വേണം. ആൻഡ് അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഒരു പരിധിക്ക് അപ്പുറം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇതൊക്കെ നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ കർട്ടൈൽ ചെയ്യുന്നതാണ്. അല്ലേ, പീപ്പിൾ ആർ വെറീഡ് ദാറ്റ് യു നീഡ് പെർമിഷൻ ടു സ്പീക്ക് ഓർ റൈറ്റ് ഫ്രീലി. ഓക്കെ, എസ്പെഷ്യലി യൂണിവേഴ്സിറ്റീസിലും പബ്ലിക് ഡിസ്കഷൻസിലൊക്കെ നമുക്ക് ഏതെങ്കിലും നമ്മുടെ ഒരു ഐഡിയ പറയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിലോ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ വേണം എന്നുള്ളൊരു അവസ്ഥയാണ്. സോ ദിസ് ഫീൽസ് ലൈക്ക് വി ആർ ഗോയിങ് ബാക്ക് ടു ഓൾഡ് സിസ്റ്റം ഓഫ് കൺട്രോൾ. അല്ലേ, ഇന്ത്യക്ക് മുന്നിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഇന്ത്യ നീഡ്സ് ടു തിങ്ക് ഡീപ്ലി അബൌട്ട് ആർ ടീച്ചേഴ്സ് ഓൺലി അലൗഡ് ടു ഡു റിസർച്ച്. അതായത് ടീച്ചേഴ്സ് റിസർച്ച് ചെയ്യാൻ മാത്രമേ അവർക്ക് അനുവാദമുള്ളൂ, അത് അല്ലാതെ അവർക്ക് ഫ്രീ ആയിട്ട് റിയൽ വേൾഡ് ഇഷ്യൂസിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ അവർക്ക് റിസർച്ച് ചെയ്യാം. ഓക്കെ, ആർ ടീച്ചേഴ്സ് ഓൺലി അലൗഡ് ടു ഡു റിസർച്ച് ബട്ട് നോട്ട് സ്പീക്ക് ഫ്രീലി അബൌട്ട് റിയൽ വേൾഡ് ഇഷ്യൂസ്. സോ പിന്നെ നമുക്ക് നോക്കാനുള്ളത്, ഈ ഒരു ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത് ഇത് ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റിയുടെയും സെൽഫ് വെർത്തിൻ്റെയും ആ ഒരു പാർട്ട് അല്ലേ എന്നുള്ളതാണ്. ഈസ് ഫ്രീ സ്പീച്ച് നോ ലോങ്ങർ സീൻ ആസ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് സെൽഫ് വെർത്ത്. അതേപോലെ ഈ ഒരു സത്യം എന്നുള്ളത് പബ്ലിക്കായിട്ട് അത് സൈലൻസ് ചെയ്യപ്പെടുകയാണോ, ഇനി സത്യത്തിന്, ട്രൂത്തിന് വാല്യൂ ഇല്ലേ എന്നുള്ളതൊക്കെയാണ് ഇന്ത്യയുടെ മുന്നിലുള്ള ചോദ്യങ്ങൾ. ഈസ് ട്രൂത്ത് ബീങ് സൈലൻസ്ഡ് ഇൻ പബ്ലിക് ആൻഡ് നോ ലോങ്ങർ വാല്യൂഡ്. സോ ഇതിൽ നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഇതിൻ്റെ കറക്റ്റൊരു എന്താ പറയുക, എവിഡൻസ് ആയിട്ട് തന്നെ ഇതിന് പറയാം. സോ എന്താണ് നമുക്ക് മുന്നിലുള്ള പ്രോബ്ലം, ഇത് എന്തുകൊണ്ടാണ് പ്രോബ്ലം ആവുന്നത്, വൈ ദിസ് ഈസ് എ പ്രോബ്ലം. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ആകെ ഉള്ളത് 180 രാജ്യങ്ങളാണ്. അല്ലേ, അതിൽ ഇന്ത്യയുടെ റാങ്ക് 151. ഓക്കെ, ഇന്ത്യ റാങ്ക്സ് 151 ഔട്ട് ഓഫ് 180 കൺട്രീസ് ഇൻ ദ വേൾഡ്സ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. ഓക്കെ, ഇത് വളരെ ലോ ആണ്. അതായത് നമുക്ക് നമ്മുടെ കാര്യങ്ങളും അവകാശങ്ങളും, അതായത് ഈ ജോൺ മിൽട്ടൻ്റെ കാര്യം പറഞ്ഞില്ലേ, പുള്ളിയുടെ ആ ഒരു ബുക്ക് തന്നെ ഫ്രീഡം ഓഫ് പ്രസ്സിനെ പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അനുവാദം എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ ഇത് റാങ്ക് വളരെ താഴ്ന്നു തന്നെ കിടക്കുന്നത്. അല്ലേ, സോ ഇത് നമ്മുടെ ഒരു ഇമേജിന് തന്നെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫ്രീ ആയിട്ടൊരു കാര്യം നമുക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ വേറെ ഒരുപാട് നടപടിയും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകിച്ച് ഒരാൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, നമ്മുടെ അടുത്തേക്കൊന്നും വരില്ല, അല്ലാണ്ട് കുറച്ച് അവർക്ക് ഭീഷണിയാണെന്ന് തോന്നണ അവിടേക്കൊക്കെ ED വരുന്നുണ്ട്. അല്ലേ, സോ ഇറ്റ് ഹേർട്സ് ഇന്ത്യസ് ഇമേജ് ആസ് എ ഗ്ലോബൽ ലീഡർ, ഗ്ലോബൽ ടീച്ചർ ഓർ ലീഡർ. നമ്മളെ തന്നെ വിശേഷിപ്പിക്കുന്നത് വിശ്വഗുരു എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ഇൻ ഡെമോക്രസി ആൻഡ് എത്തിക്സ്. പക്ഷെ അതൊക്കെ ഒന്ന് നോക്കണം, ഒന്ന് വിലയിരുത്തണം നമ്മൾ. ഓക്കെ,
ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഈസ് ഫേസിങ് വെരി ടഫ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച്. അതായത് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ലേ, നമുക്ക് എഴുതാൻ പറ്റില്ലേ, നമുക്ക് ഒന്ന് തിങ്ക് ചെയ്യാൻ പോലും പറ്റൂലേ എന്നുള്ളൊരവസ്ഥയാണ്. ഓർ ആർ വി സ്ലോലി മൂവിങ് ബാക്ക്വേർഡ് ടു എ ടൈം വെൻ ട്രൂത്ത് നീഡ്സ് പെർമിഷൻ ടു ബി ടോൾഡ് എന്നുള്ളതാണ്. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റീസിലൊക്കെ, എസ്പെഷ്യലി ഇൻ യൂണിവേഴ്സിറ്റീസ്, ആ ഒരു ഫ്രീ എക്സ്പ്രഷനും അതേപോലെ ആക്ടിവിസവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ പറ്റിയിട്ടാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. അതായത് പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒപ്പീനിയൻ അല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു പ്രൊഫസർ അയാളുടെ ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ അവരത് പറയുന്നത് ഇറ്റ് ഈസ് യൂഷ്വലി മീൻഡ് ആസ് എ പേഴ്സണൽ വ്യൂ അല്ലേ. ഇറ്റ് ഈസ് നോട്ട് ദ വ്യൂ ഓഫ് ദെയർ യൂണിവേഴ്സിറ്റി ഓർ എംപ്ലോയർ. പക്ഷെ ഇത് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ബട്ട് ദേ ആർ ഓഫൺ മിസ്അണ്ടർസ്റ്റുഡ് ഓർ പബ്ലിഷ്ഡ് ആസ് ഇഫ് ദേ ആർ സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദ വോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ആ ഒരു വോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റാൻഡാണ് ഇവർ പറയുന്നത് എന്ന് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യപ്പെടുകയാണ്. ആൻഡ് പിന്നെ ഒപ്പീനിയനും ആക്ടിവിസവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ്. ഒപ്പീനിയൻ അല്ല ആക്ടിവിസം അല്ലേ. ഒപ്പീനിയൻ ഈസ് നോട്ട് ഈക്വൽ ടു ആക്ടിവിസം. സോ ജസ്റ്റ് എക്സ്പ്രസിങ് എ തോട്ട് ഓർ എന്താ പറയുക, ഒരു ഡിസഗ്രിമെൻറ്റ്, അത് മീൻ ചെയ്യുന്നത് ഒരാൾ ആക്ടിവിസ്റ്റ് ആണ് എന്നല്ല, ഓർ ഡൂയിങ് പ്രൊട്ടസ്റ്റ് വർക്ക് എന്നല്ല അത് മീൻ ചെയ്യുന്നത്. ഒരു ജസ്റ്റ് എക്സ്പ്രസിങ് എ തോട്ട് ഓർ ഡിസഗ്രിമെൻറ്റ് ഡസൻ മീൻ someone ഈസ് എൻ ആക്ടിവിസ്റ്റ് ഓർ ഡൂയിങ് എന്താ പറയുക പ്രൊട്ടസ്റ്റ് വർക്ക്. സോ ഈ ഒരു ഡിസെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു മെയിൻ സ്ട്രീമിൽ നിന്ന് വിട്ടിട്ടുള്ള ആ ഒരു ഡിസഗ്രിങ് വിത്ത് ദി മെയിൻ സ്ട്രീം, ഇത് നോർമലാണ് അല്ലേ. ഇതൊരു ഫ്രീ എക്സ്പ്രഷൻ്റെ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പാർട്ടാണ് ഇത് ഡിസെൻറ്റ് എന്നുള്ളത്. സോ ഹിസ്റ്ററി ഷോസ് ടോളറൻസ് ഫോർ പൊളിറ്റിക്കൽ വ്യൂസ്. ഓക്കെ, ഇൻ ദ പാസ്റ്റ് യൂണിവേഴ്സിറ്റീസ് അലൗ ടീച്ചേഴ്സ് ടു ബി പൊളിറ്റിക്കലി ആക്റ്റീവ് എന്നുള്ളതാണ്. അതായത് ഇതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു പ്രൊഫസർ, ഓക്കെ, എനിക്ക് തോന്നുന്നു 1991-93 വരെ, 1991-1993 വരെ BJPയുടെ നാഷണൽ പ്രസിഡന്റ് എന്നുള്ളത് ഒരു പ്രൊഫസറായിരുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് വാസൻ സീൻ ആസ് എ പ്രോബ്ലം. So this shows that free speech and political participation were once more accepted in academic spaces. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് ആ ഒരു കോടതിയുടെ കാര്യമാണ്. അതായത് കോർട്ട് മസ്റ്റ് പ്രൊട്ടക്ട് ഫ്രീ സ്പീച്ച് അല്ലേ. ഇപ്പോൾ US-ൻ്റെ ഒക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കോടതികൾക്ക് ദേ ഹാവ് സ്ട്രോങ്ലി പ്രൊട്ടക്റ്റഡ് സ്പീച്ച്. എക്സാമ്പിളായിട്ട് ഇൻ ടെക്സസ് വാസസ് ജോൺസൺ ഇൻ 1989, ആ ഒരു കേസിൽ, ഒരു ടെക്സസ് വാസസ് ജോൺസൺ 1989 കേസിൽ US-ലെ സുപ്രീം കോർട്ട് പറഞ്ഞു, അതായത് US-ൻ്റെ നാഷണൽ ഫ്ലാഗ് കത്തിക്കുന്നതടക്കം ഇറ്റ് വാസ് പ്രൊട്ടക്റ്റഡ് ആസ് ഫ്രീ എക്സ്പ്രഷൻ എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ നാഷണൽ ഫ്ലാഗ് കത്തിച്ചാൽ പോലും അത് ഫ്രീ എക്സ്പ്രഷൻ ആയിട്ടാണ് കണക്കാക്കുക. ആൻഡ് ഇറ്റ് വാസ് പ്രൊട്ടക്റ്റഡ് ആസ് ഫ്രീ എക്സ്പ്രഷൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്ന് കരുതിയിട്ട് രാജ്യത്തിൻ്റെ ഫ്ലാഗ് കത്തിക്കണം എന്നല്ല, ഒരു ഫ്രീ എക്സ്പ്രഷൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഒരു ഫ്രീ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആക്ടിവിസം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിലും ആൻഡ് സ്പോൺസേഴ്സ് ആണെന്നുണ്ടെങ്കിലും ദേ ഷുഡ് റെസ്പെക്ട് പേഴ്സണൽ ഒപ്പീനിയൻസ്. ആൻഡ് കോടതിക്ക് ഇവിടെ വളരെ വലിയൊരു റോളുണ്ട്. കോർട്ട് ഹാവ് എ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് സ്പീച്ച് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലെ പ്രൊട്ടക്ഷൻ ഓഫ് സ്പീച്ച് നമുക്ക് വേണം. ഓക്കെ, ഇറ്റ് ഈസ് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് നമുക്ക് പറയാം. ആൻഡ് a healthy democracy needs space for disagreement, discussions and different views, especially in universities. So we'll move on to the conclusion of this news. സോ അതിന് മുമ്പ് നമുക്കിവിടെ ഒരു സബ് ഹെഡിങ് കണ്ടില്ലേ, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ദേ ഹാവ് ലൈക്ക് നോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് എനി റൈറ്റ് ടു റെസ്ട്രിക്ട് എനിബഡീസ് ഫ്രീഡം ഓഫ് സ്പീച്ച് ഓൺ എനി ഗ്രൗണ്ട് അതർ ദാൻ ദോസ് മെൻഷൻ ഇൻ ആർട്ടിക്കിൾ 19(2). അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ആ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ചിനെ, ഏതൊരാളുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിനെയും റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള ആ ഒരു അധികാരമൊന്നും ഇല്ല. ഓക്കെ, പിന്നെ അതൊരു എക്സെപ്ഷണൽ കേസ് ആർട്ടിക്കിൾ 19(2)ലുണ്ട്. ആർട്ടിക്കിൾ 19(1)(a) ആണ് നമുക്ക് ആ ഒരു റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ടു ഓൾ സിറ്റിസൺസ് ഗ്യാരണ്ടി ചെയ്യുന്നത് ആർട്ടിക്കിൾ 91(a) ആണ്. സോറി, 91 അല്ല, ആർട്ടിക്കിൾ 19(1)(a) ആണ്. ഓക്കെ, പിന്നെ റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്നത് ആർട്ടിക്കിൾ 19(2)ല് പറയുന്നുണ്ട്. അത് ഗവൺമെൻറ്റിന് അധികാരം കൊടുക്കുന്നുണ്ട് ടു പ്ലേസ് റെസ്ട്രിക്ഷൻസ് ഓൺ ദിസ് ഫ്രീഡം, ബട്ട് ഓൺലി ഇഫ് ദേ ആർ ഡീംഡ് റീസണബിൾ ആൻഡ് ആർ ഇൻ ഇൻട്രസ്റ്റ് ഓഫ് സ്പെസിഫൈഡ് ഗ്രൗണ്ട്സ്.
Okay, so basically your Article 19(2) pragaram of the Indian Constitution allows the government to impose reasonable restrictions on the freedom of speech and expression, specifically outlined in Article 19(1)(a) for certain reasons, namely in the interest of public order, decency or morality, contempt of court, defamation or incitement to an offense, as well as for the sovereignty and integrity of India, the security of the state, and friendly relations with foreign state. Okay, സോ സ്പെഷ്യലായിട്ടുള്ള ഗ്രൗണ്ട്സ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പബ്ലിക് ഓർഡറിനെതിരെയോ ഒരു ഡീസൻസി അല്ലെങ്കിൽ മൊറാലിറ്റി, സോ അങ്ങനെയൊക്കെ ആ ഒരു സർട്ടെയിൻ ഗ്രൗണ്ട്സിൽ റെസ്ട്രിക്ഷൻ വെക്കാം. ഓക്കെ, ആ റെസ്ട്രിക്ഷൻസ് വെക്കണം. അതല്ലാതെ ഇപ്പോൾ കോർട്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നമ്മൾ എന്തെങ്കിലും വളരെ വയലൻ്റ് ആയിട്ട് പറയുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് വെക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ സോവറിനിറ്റിയെയും ഇൻറ്റഗ്രിറ്റിയെയും എഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു റെസ്ട്രിക്ഷൻസ് വെക്കാവുന്നതാണ്. ആൻഡ് ഇനി നമുക്ക് നോക്കാനുള്ളത് ദ വേ ഫോർവേഡ് ഫോർ ഫ്രീ എക്സ്പ്രഷൻ എസ്പെഷ്യലി ഇൻ യൂണിവേഴ്സിറ്റീസ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത്, അതായത് വിത്തിൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഒരു ഹെയ്റ്റ് സ്പീച്ചിനോ വയലൻസോ അല്ല ഞാൻ പറയുന്നത്. അതായത് ഒരു ലിമിറ്റിനകത്ത് ആ ഒരു ഡിഫറെൻറ്റ് വ്യൂസ് റെസ്പെക്റ്റ് ചെയ്യണം. അതായത് പീപ്പിൾ ഷുഡ് ബി ഫ്രീ ടു എക്സ്പ്രസ് ഒപ്പീനിയൻസ്, അല്ലേ, ആസ് ലോങ് ആസ് ദേ സ്റ്റേ വിത്തിൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഹെയ്റ്റ് സ്പീച്ചും വയലൻസും അല്ലാതെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നിന്ന് ആൾക്കാരുടെ അത് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം അവർക്ക് കൊടുക്കണം. പിന്നെ ഈ ഒരു ഡിസഗ്രിമെൻ്റ് എന്നുള്ളത്, ഡിസഗ്രിയിങ് ഇറ്റ് ഈസ് ഓക്കെ, അല്ലേ, അതൊരു ഹെൽത്തി സൊസൈറ്റിയുടെ പാർട്ടാണ്. പിന്നെ യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ആർ ദ ഹാർട്ട് ഓഫ് യൂണിവേഴ്സിറ്റീസ്, അല്ലേ. അതായത് മോസ്റ്റ് ഓഫൺ സ്റ്റുഡൻസ് ആണ് ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ റേസ് ചെയ്യുന്നത് സ്റ്റുഡൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു റോങ്സിനെതിരെ, അതായത് സ്പീക്ക് ഔട്ട് അഗെയിൻസ്റ്റ് റോങ്സ്, ഇതൊക്കെ ചെയ്യുന്നത് കുട്ടികളാണ്, സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് ഓഫൺ റേസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് സ്പീക്ക് ഔട്ട് അഗെയിൻസ്റ്റ് റോങ്സ്. സോ ദേ ആർ ലൈക്ക് ദി കൺസൈൻസ് ഓഫ് ദി യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു കീപ് ഇറ്റ് ഹോണസ്റ്റ് ആൻഡ് അവെയർ. സോ നമ്മുടെ സുപ്രീം കോർട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു പബ്ലിക് സർവീസാണ്. ഓക്കെ, അത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമല്ല. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് എ ബിസിനസ്. സോ യൂണിവേഴ്സിറ്റീസ് ഷുഡ് സെർവ് സൊസൈറ്റി, നോട്ട് ആക്ട് ലൈക്ക് കോർപ്പറേഷൻസ് ഫോക്കസ്ഡ് ഓൺലി ഓൺ പ്രോഫിറ്റ് ഓർ കൺട്രോൾ. പിന്നെ ഡെമോക്രസിക്ക് ഒരു കറക്റ്റായിട്ടുള്ള വ്യൂ എന്നുള്ളൊരു പരിപാടി ഇല്ല. ഓക്കെ, ഡെമോക്രസി നീഡ്സ് മെനി വോയിസസ്. അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡെമോക്രസി ഷുഡ് സെലിബ്രേറ്റ് മെനി ഒപ്പീനിയൻസ്. അതായത് ഒരു കറക്റ്റ് വ്യൂ എന്നുള്ളൊരു സാധനമില്ല. സോ യൂണിവേഴ്സിറ്റി ഷുഡ് ബി പ്ലേസസ് ഓഫ് ഓപ്പൺ ഡിബേറ്റ്. ഓക്കെ, ആൻഡ് വെർ ഓൾ ഐഡിയാസ് ക്യാൻ ബി എക്സ്പ്ലോർഡ് ആൻഡ് ചാലഞ്ച്ഡ്. സോ ഈ ഒരു യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ദേ ഷുഡ് ബി എ യൂണിവേഴ്സ് ഓഫ് നോളജ്, നോട്ട് എക്കോ ചാമ്പേഴ്സ്, അല്ലേ, നോട്ട് എക്കോ ചേമ്പേഴ്സ് എന്നുള്ളതാണ്. ആൻഡ് ഇന്ത്യ മസ്റ്റ് പ്രൊട്ടക്ട് ദ ഫ്രീഡം ടു തിങ്ക്, സ്പീക്ക് ആൻഡ് ക്വസ്റ്റ്യൻ, എസ്പെഷ്യലി ഇൻ യൂണിവേഴ്സിറ്റീസ്. അതായത് ആ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് തിങ്ക് ചെയ്യാനും നമുക്ക് സംസാരിക്കാനും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനും ഉള്ള ഫ്രീഡം നമുക്ക് തന്നേ പറ്റൂ. ഇന്ത്യ മസ്റ്റ് പ്രൊട്ടക്ട് ദ ഫ്രീഡം ടു തിങ്ക്, സ്പീക്ക് ആൻഡ് ക്വസ്റ്റ്യൻ, എസ്പെഷ്യലി ഇൻ യൂണിവേഴ്സിറ്റീസ്. സോ ഒരു ട്രൂ ഡെമോക്രസി ഇറ്റ് വിൽ ഗ്രോ സ്ട്രോങ്ങർ വെൻ ഇറ്റ് അലൗസ് മെനി വോയിസസ് ആൻഡ് ഐഡിയാസ് ആൻഡ് ട്രൂത്ത് ടു ബി ഹേർഡ് ആൻഡ് റെസ്പെക്റ്റഡ് എന്നുള്ളതാണ്. Okay, so that brings us to the end of the discussion. So നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു ന്യൂസ് എന്തായാലും നിങ്ങൾ വായിക്കണം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.